മക്കളെ ഞങ്ങൾ കുമ്പളങ്ങ കൊണ്ട് പായസം ഉണ്ടാക്കിക്കണ. ഞാൻ ഇന്ന് കുമ്പളങ്ങ കൊണ്ടാണ് നല്ല അടിപൊളി പായസം ഉണ്ടാക്കാൻ പോണത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കുമ്പളങ്ങേനെ കൊത്തി നുറുക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേപോലെ വേണം അരിയാൻ, വലുതായിട്ട് അരിയാൻ പാടില്ല. കുഞ്ഞു കുഞ്ഞതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇതിനെ നമുക്കിനി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ നമുക്കിനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയിൽ വെള്ളമുണ്ട്, അപ്പോൾ നമുക്ക് 1/2 കപ്പ് വെള്ളം തന്നെ ധാരാളം മതിയാവും. മക്കളെ ഇത് 2-3 വിസിൽ വന്നാൽ തന്നെ വേവ് കേട്ടോ. മക്കളെ ഇതിപ്പോ ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഇറക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം. കുമ്പളങ്ങയുടെ ചൂടാറിയിട്ട് വേണം ഒന്ന് കഴുകിയെടുക്കാൻ. ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1/2 കപ്പ് സാബുനരി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് വേവിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഉടയാതെ ഇളക്കി വേവിച്ചെടുക്കാം. നമ്മുടെ പായസത്തിലേക്ക് സാബുനരി ഇട്ട് കൊടുക്കണ എന്തിനാന്ന് ചോദിച്ചാൽ കട്ടി വരാനാണ് പായസം. ഈ ശർക്കരയും കുമ്പളങ്ങയും വെച്ച് മാത്രം പായസം ഉണ്ടാക്കിയാൽ കട്ടി വരില്ല. ഇത് ശരിക്കും ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കൂവപ്പൊടിയാണ്. കൂവപ്പൊടിക്ക് പകരമാണ് ഞാൻ ഈ സാബുനരി ഇട്ട് കൊടുക്കുന്നത്. മക്കളെ നമ്മുടെ സാബുനരി കണ്ണാടി പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടി വേകാനുള്ളത് നമ്മുടെ പായസത്തിൽ കിടന്ന് നന്നായിട്ട് വെന്തോളൂ കേട്ടോ. ഇത് നമുക്ക് ഇറക്കി വെക്കാം. മക്കളെ ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ശർക്കരയാണ് കേട്ടോ. ഇതൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പായസത്തിൽ ശർക്കര ഇടുമ്പോൾ ശർക്കര ഒന്ന് ഉരുക്കി തരിച്ചിട്ട് വേണം പായസത്തിൽ ഒഴിക്കാൻ. അതില്ലെങ്കിൽ എത്ര നല്ല ശർക്കര ആയിരുന്നാലും അതിൽ കരടും മുരടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഉരുക്കിയിട്ട് തരിച്ചിട്ട് ഒഴിക്കണം പറഞ്ഞത് കേട്ടോ. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കുക്കറിലത്തെ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. ആദ്യം നമുക്ക് ഈ തരിപ്പേൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ അങ്ങ് പൊട്ട്. നമുക്കിതിൽ ലേശം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചൂടാറി ഒന്ന് നെക്കി പിഴിഞ്ഞെടുക്കണം നമുക്ക്. ഇനി ഇത് നമുക്കൊന്ന് പിഴിഞ്ഞിട്ടെടുക്കണം. കണ്ട ഈ വെള്ളമൊക്കെ അങ്ങനെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. കുക്കറിൽ തന്നെ ഇടണമെന്നൊന്നുമില്ല കേട്ടോ മക്കളെ, വേറെ പാത്രം എടുത്തിട്ടാലും മതിയാവും. ഇതിലും കൂടി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് തരിച്ച് വെക്കാം. ഇനി നമുക്കിത് പായസം ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. മക്കളെ നമ്മുടെ ശർക്കരയൊക്കെ ഇപ്പോൾ ഉരുകി വന്നിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാതെ എല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ കിടന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ ഉരുളിയൊക്കെ ചൂടായി ശർക്കര പാനി ഒന്നുകൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ കുമ്പളങ്ങ ഒന്നുകൂടി ഇതേപോലെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം അത് ഇതേപോലെ പിഴിഞ്ഞിട്ടിട്ട് കൊടുക്കുക. കഴുകി പിഴിഞ്ഞാലാണ് ആ കുമ്പളങ്ങയുടെ ഒരു ചൊയ അങ്ങ് മാറിപ്പോവും. അങ്ങനെ നമ്മൾ എല്ലാതും പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരും കേട്ടോ. ഇങ്ങനെ കട്ട പോലെ കിടക്കില്ല, ഉരുള പോലെ. കണ്ടില്ലേ, എല്ലാം കുടഞ്ഞു കണ്ണാടി പോലെ ആയി കുമ്പളങ്ങ. കണ്ടില്ലേ ശർക്കരയിൽ കിടന്നിട്ട്. ഇനി ഇതൊന്ന് തിളച്ച് വെള്ളമൊക്കെ വറ്റി ശർക്കരയും കുമ്പളങ്ങയും പാടെ നമുക്കൊന്ന് വരട്ടിയതുപോലെ ആക്കിയെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ മക്കളെ, നമ്മുടെ ശർക്കരയൊക്കെ വറ്റി നമ്മുടെ കുമ്പളങ്ങയും ശർക്കരയും വരട്ടിയതുപോലെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ. ഈ സമയത്ത് ഇനി നമുക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നെയ്യും ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വെന്ത് വരട്ടെ.
അപ്പോൾ കണ്ടില്ലേ മക്കളെ, നമ്മുടെ നെയ്യ് എല്ലാം പാടെ ഒന്ന് മിസ്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലും ഒഴിച്ചു കൊടുക്കാം. കുറേ ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി ഒന്ന് ഇളക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. മക്കളെ, ഞാൻ 2 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 1.5 കപ്പ് 1ാം പാലും 250 ml കപ്പ് കൊണ്ട് 4 കപ്പ് 2ാം പാലും. അപ്പോൾ 1 ലിറ്റർ പാലാണ് 2ാം പാൽ എടുത്തിട്ടുള്ളത്. മക്കളെ, ഇപ്പോൾ തേങ്ങാപ്പാൽ 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച സാബൂനരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, കണ്ണാടി പോലെ അയക്കണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സാധനം ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിനൊരു കൊഴുപ്പ് കിട്ടുക കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വരട്ടിട്ടോ മക്കളെ. ഇത് കണ്ടില്ലേ, സാബൂനരി കണ്ണാടി പോലെയാ കിടക്കണത് കണ്ടാ മക്കളെ. ഇനി ഇത് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ സാബൂനരി ഇട്ടില്ലേ, അത് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞത്. മക്കളെ, ഇതാ നമ്മുടെ പായസം നല്ലപോലെ കുറുകി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ സമയത്ത് നമ്മുടെ അവസാനമായിട്ടുള്ള 1ാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടായ നമുക്ക് ഇറക്കി വെക്കാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ 1ാം പാലല്ല, അത് പിരിഞ്ഞു പോവും. അതേപോലെ തന്നെ തീ കൂടാനും പാടില്ല കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു പുളകം വരുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നന്നായിട്ട് ചൂടായി ചെറിയതായിട്ട് ഒരു പുളകം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നാൽ നമുക്കൊരു 1/4 കപ്പ് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ കൊത്തൊന്ന് കളർ മാറി വരട്ടെ. ഇപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അണ്ടിപ്പരിപ്പും തേങ്ങയും കിടന്ന് കളർ മാറി വരട്ടെ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ കളർ മാറി തേങ്ങ കൊത്തൊക്കെ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ എടുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അണ്ടിപ്പരിപ്പും തേങ്ങ കൊത്തും എല്ലായിടത്തും പെടട്ടെ. ഇത് കണ്ടില്ലേ, നമ്മുടെ പായസത്തിൻ്റെ കട്ടി ഈ ഒരു രീതിക്ക് വേണം കട്ടിയിരിക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മുടെ കുമ്പളങ്ങ പായസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഉമ്മയുടെ പായസം ഞാൻ കുടിച്ചു നോക്കാൻ പോകട്ടോ. എനിക്ക് ഞാൻ ആദ്യമായിട്ടോട്ടെ സാധനം കുടിക്കണത്. ചോട്ടെ, ഊതി ഊതി കുടിക്കേ. ചൂടാ, നല്ല ചൂടാ. അമ്മു സെറ്റായിട്ട് കേട്ടോ. ഉമ്മടൊക്കെ ഒരു കാര്യം. എന്തായാലും പായസം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും പായസം ഉണ്ടാക്കുമ്പോൾ ഈ കുമ്പളങ്ങ പായസം വേണം ഉണ്ടാക്കാൻ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുക. അല്ലാതെ വീഡിയോ കണ്ടാലൊന്നും ടേസ്റ്റ് അറിയില്ല. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം, അപ്പോഴാണ് ടേസ്റ്റ് മനസ്സിലാവുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.